ഈ മഴക്കാലത്തിന് മുമ്പേയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ വട്ടവട മേഖലയിൽ യാത്രാക്ലേശം അതിരൂക്ഷ. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളൊക്കെയും തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കുന്നു. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിന് മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോക്കുണ്ടാവാറില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പഴത്തോട്ടം, ചിലന്തിയാർ, സ്വാമിയാറളക്കുടി, കൂടലാർക്കുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തുകിടക്കുന്നു. മഴ പെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ റോഡ് കോവിലൂർ ടു ചിലന്തിയാർ റോഡ് ഒരു 10-35 വർഷമായിട്ട് ടാർ ചെയ്തിട്ട് ഒരു 5-10 വർഷമായിട്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നതാണ്. ഇത് PW എടുത്തും നമ്മൾ പഞ്ചായത്ത്, MLA, PW എല്ലാ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി ചെയ്തിട്ടും ഇതുവരെയായിട്ട് അതിനൊരു മറുപടിയോ ഇത് ചെയ്യാമെന്നോ ഒന്നൊരിതില്ല. ഒരു 3 വർഷം 4 വർഷം മുമ്പ് നമുക്കൊരു 5 കോടി രൂപ പാസ്സായെന്ന് പറഞ്ഞിട്ടില്ലാതെ ബഡ്ജറ്റിൽ വകയിരുത്തിയെന്നില്ലാതെ ഇതിന് യാതൊരു ഇതില്ല. ഈ റോഡ് സ്കൂള്, അതേപോലെ തന്നെ ആശുപത്രി, ഫാമിലി ഹെൽത്ത് സെന്റർ, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, 3 ആദിവാസി കുടി, അതേപോലെ തന്നെ ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഇത് ടൂറിസത്തിനെയും പൊതുജനങ്ങളെയും റിസോർട്ടിനെ അതേപോലെ തന്നെ ടൂറിസത്തിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. ഇതുവഴി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. മഴയത്താണെങ്കിൽ പുഴ പോലെയാണ് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. ഗസ്റ്റുകൾ കാറും കൊണ്ട് വന്നിട്ട് അവരുടെ കാറുകൾ കയറാതെ അടിയിടിച്ച് അടിയിലെ ബമ്പർ പോലെ വൻ നാശനഷ്ടമാണ്. ബൈക്ക് ഒരു ദിവസം മിനിമം ഒരു 3 ബൈക്കാരെങ്കിലും വീണ് അവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. സ്കൂള് തൊട്ട് താഴെ തന്നെ ഗവൺമെന്റ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ചെറിയ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റില്ല. അതിന്റെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളുണ്ട്. ഇതിനൊന്നും നമുക്ക് ബാധിക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പഞ്ചായത്തായാലും ശരി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും നമുക്ക് അതിനൊരു ഇത് പെട്ടെന്ന് ഒരു ഇത് എടുത്തു തരണം. കാരണം ഇത് പാസ്സായെന്നില്ലാതെ ആരും ഇതിനായിട്ടൊരു മുൻഗണന കൊടുക്കുന്നില്ല. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര ദുഷ്കരമായി കഴിഞ്ഞു. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നു. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നു.